ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 തീയതി മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് 1857 മെയ് 10. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അത് മീററ്റാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഈ 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അത് മംഗൽ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മംഗൽ പാണ്ഡെയാണ്. ഈ മംഗൽ പാണ്ഡെ ഏത് പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു? അത് അദ്ദേഹം 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ അംഗമായിരുന്നു. മംഗൽ പാണ്ഡെ ഏത് പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു? 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ അംഗമായിരുന്നു. അടുത്തത് നോക്കാം. മംഗൽ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം. മംഗൽ പാണ്ഡെ തൂക്കിലേറ്റിയ തീയതി, വർഷവും തീയതിയും നോക്കണം. 1857 ഏപ്രിൽ 8. അപ്പോൾ മംഗൽ പാണ്ഡെ തൂക്കിലേറ്റിയ തീയതി 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8. ഇനി നോക്കാം. 1857 വിപ്ലവത്തിന്റെ ഔദ്യോഗിക ചിഹ്നം. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിന്റെ ഔദ്യോഗിക ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ഇനി വിപ്ലവകാരികൾ. ഡൽഹിയുടെ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ വിപ്ലവകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹം ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബഹദൂർ ഷാ സഫർ എന്നും ബഹദൂർ ഷാ രണ്ടാമൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരാളാണ്, ഓർത്തു വയ്ക്കുക. ഇനി ഈ 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ 1857 വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. അപ്പോൾ ഈ ലഹള അടിച്ചമർത്തിയ ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? അദ്ദേഹം സർ കോളിൻ കാംബെല്ലാണ്. അപ്പോൾ ലഹള അടിച്ചമർത്തിയ ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയത് സർ കോളിൻ കാംബെല്ലാണ്. നമുക്ക് ഈ വിപ്ലവ കേന്ദ്രങ്ങളെയും നേതാക്കളെയും നോക്കാം. ഓരോ സ്ഥലത്തെയും വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭഗത് ഖാനാണ്. ജനറൽ ഭഗത് ഖാനാണ് ഡൽഹിയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഡൽഹിയിലെ നാമമാത്ര നേതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭഗത് ഖാനാണ്. അവിടുത്തെ നാമമാത്ര നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, താന്തിയ തോപ്പി. അതുപോലെ ഝാൻസിയിൽ നമുക്കറിയാം ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മിബായി എന്നാണ്. ഝാൻസിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. അതുപോലെ തന്നെ ലക്നൌവിലും ഒരു വനിതയാണ് നേതൃത്വം നൽകിയത്, ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ ലക്നൌവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. മറ്റൊന്നാണ് ബീഹാറിൽ അഥവാ ജഗദീഷ്പൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ്? കൻവർ സിംഗ് ആണ്. അതുപോലെയാണ് ഫൈസാബാദിൽ ആരാണ് നേതൃത്വം നൽകിയത്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. അതുപോലെ ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ്. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ഇതെല്ലാം ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും നോക്കാം. അപ്പോൾ ഈ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് BD സവർക്കറാണ്. BD സവർക്കറാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. BD സവർക്കർ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ആ പുസ്തകം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? അത് കാൾ മാർക്സ് ആണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഈ
ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. അദ്ദേഹം ന്യൂയോർക്ക് ഡെയിലി ട്രൈബ്യൂണൽ എന്ന പത്രത്തിലൂടെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം വിശേഷിപ്പിച്ച പത്രം ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂൺ എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന 1857 വിപ്ലവത്തെ ആദ്യമായി വിശേഷിപ്പിച്ചത്. ഇനി ദ ഗ്രേറ്റ് റെബലിയൻ ഒരു പുസ്തകമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ദ ഗ്രേറ്റ് റെബലിയൻ. അത് രചിച്ചതാരാണ്? അശോക് മേത്ത. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദ ഗ്രേറ്റ് റെബലിയൻ എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്തയാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഇനി ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവി ആരാണ്? അത് മിർസ ഗാലിബാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവിയാണ് മിർസ ഗാലിബ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നാനാ സാഹിബ്. ഈ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ദോണ്ടു പന്ത്. എന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക് ഓർത്തു വെക്കണം. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ദോണ്ടു പന്ത്. ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. ദോണ്ടു പന്ത് ആരുടെ യഥാർത്ഥ പേരായിരുന്നു? അത് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ദോണ്ടു പന്ത്. ഇനി അതുപോലെ മറ്റൊന്ന് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ തോപ്പി എന്നാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ തോപ്പി. അപ്പോൾ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ തോപ്പി. ഇനി ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്താണ്? അത് മണികർണിക അല്ലെങ്കിൽ മനു എന്നൊക്കെ പറയും. മണികർണിക അല്ലെങ്കിൽ മനു എന്നാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. ഇനി 1857 വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ബ്രിട്ടീഷുകാർ സൈന്യത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ തോക്കാണ് എൻഫീൽഡ് റൈഫിൾ. അപ്പോൾ ഈ 1857 വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ തോക്കാണ് എൻഫീൽഡ് റൈഫിൾ. എൻഫീൽഡ് റൈഫിൾ. അപ്പോൾ ഈ തോക്കിൻ്റെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തയാണ് പെട്ടെന്നുള്ള ലഹളയ്ക്ക് കാരണമായത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ പുതുതായി കൊണ്ടുവന്ന എൻഫീൽഡ് റൈഫിളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തയാണ് പെട്ടെന്നുള്ള വിപ്ലവത്തിന് കാരണമായത്. ഇനി 1857 വിപ്ലവത്തിന്റെ ഫലമായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ ഈ ആക്ടോടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയിൽ നേരിട്ട് ബ്രിട്ടീഷ് രാജ്യയുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന് കീഴിലായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858.